നമസ്കാരം. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് CPM-നെ മാത്രം ഇത്രയധികം വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിന്നിരുന്ന ഒരു നാടും ഗതി പിടിച്ചിട്ടില്ല എന്നു മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങളോട് ഒരു മാന്യതയോടുകൂടി പെരുമാറാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കോ അണികൾക്കോ കഴിയാറില്ല. അവർ എപ്പോഴും ഭീഷണിയുടെ സ്വരമാണ്. അതായത് ഭീഷണിപ്പെടുത്തി കാര്യം നേടുക എന്നുള്ള ഫാസിസ്റ്റ് ചിന്താഗതിയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഈ കണ്ണൂരിൽ നമുക്കറിയാം, ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് TI മധുസൂദനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പാർട്ടിക്ക് നൽകിയിട്ട് പോലും അയാൾക്കെതിരെ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് V കുഞ്ഞികൃഷ്ണൻ എന്ന സാധാരണക്കാരനായ ഒരു വയോധികൻ പാർട്ടി വിട്ട് പുറത്തു വന്ന് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി അവിടെ മത്സരിക്കുന്നത്. ഇത് വല്ലാതെ വിരളി പിടിപ്പിച്ചു ഈ അന്തം കമ്മികളെ. ഇന്നലെ തന്നെ കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലൊക്കെ പങ്കെടുത്ത ഒരു മുൻ സഖാവ് കൂടിയായ T പുരുഷോത്തമൻ എന്നൊരു സഖാവിൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് കത്തിച്ച ഒരു സംഭവമുണ്ടായി. അതിനുശേഷം കുഞ്ഞികൃഷ്ണൻ്റെ ചുവരെഴുത്ത് നടത്തിയ ഒരു സ്ത്രീയുടെ മതിൽ പൂർണ്ണമായും തകർത്തു. അവിടെ മയ്യിൽ എന്ന സ്ഥലത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പൂർണ്ണമായും തല്ലി തകർത്തു. അങ്ങനെ വ്യാപകമായിട്ടുള്ള അക്രമമാണ് CPM ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതോടുകൂടി അത് ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു വിരളി പിടിപ്പോടുകൂടി ഈ കാര്യങ്ങളൊക്കെ തീരും, അവസാനിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നതെങ്കിൽ തെറ്റി. വീണ്ടും CPM അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. V കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പോസ്റ്റ് ഇട്ട ഒരു വ്യക്തിയുടെ, നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാറ് കത്തിക്കാനുള്ള ഒരു ശ്രമം ഈ CPM-കാർ ഇന്നലെ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. അത് കുറച്ച് കത്തി, അതിന് ഭാഗികമായി ആ കാർ കത്തുകയും ചെയ്തു. അതിനുശേഷം കാങ്കോൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞികൃഷ്ണന് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു താൽക്കാലിക ഷെഡുണ്ട്. ആ ഷെഡ് ഇന്നലെ കത്തിച്ചു. പിന്നെ ഒരു വനിതയുടെ മതിൽ, അത് കുഞ്ഞികൃഷ്ണൻ്റെ ചുവരെഴുത്ത് നടത്തിയിരുന്ന, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചുവരെഴുത്ത് നടത്തിയിരുന്ന ഒരു മതിലാണ്. ആ മതിൽ പൂർണ്ണമായും തകർത്തു. അങ്ങനെ അക്രമങ്ങൾ നാടെങ്ങും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് CPM-കാർ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ADM ഒരു സമാധാന ചർച്ച വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ തീർച്ചയായും ഈ പറയുന്ന CPM-ൻ്റെ നേതാക്കളൊക്കെ പങ്കെടുക്കും. അവരൊക്കെ പറയും, ഞങ്ങളല്ല ഇത് ചെയ്തത്. ഇതിനകം തന്നെ പുറത്ത് വന്നു കഴിഞ്ഞു. അവിടുത്തെ പ്രാദേശിക നേതാക്കളടക്കം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അക്രമത്തിലൊന്നും പങ്കില്ല എന്നുള്ള കാര്യമാണ് അവർ ഇപ്പോഴും പറയുന്ന ന്യായം. പക്ഷേ അവിടുത്തെ നാട്ടുകാരും മാധ്യമങ്ങളും അടക്കം പറയുന്നത് ഈ CPM-കാരാണ് അവിടെ ഈ അക്രമം നടത്തുന്നത് എന്ന്. അവിടെ നമുക്കറിയാം, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്തരം അക്രമകാരികളല്ല. കാരണമില്ലാതെയാണ് ഈ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് അധികാരം പോയി കഴിഞ്ഞു എന്നവർക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണത്. അതായത് പാർട്ടിയുടെ പിൻബലത്തിൽ ഊച്ചാളിത്തരം കാണിച്ച് വയറ്റിപ്പിഴപ്പുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് ഇവിടെ അണികൾ എന്ന് അവർ പറയുകയും ആശ്രിതരെന്ന് നമ്മൾ വിളിക്കുകയും ചെയ്യുന്ന പാർട്ടിയിലെ കുറേ ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഭരണം പോകുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെ പ്രതിഫലനമാണ് അവർ ഈ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഭരണം പോയി കഴിഞ്ഞാൽ അടുത്ത UDF അധികാരത്തിൽ വന്നാൽ ഇവർക്ക് പട്ടിയുടെ വില പോലും അവിടുത്തെ ജനങ്ങൾ കൊടുക്കില്ല. ഊച്ചാളിത്തരം കാണിക്കാൻ പോയാൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അക്രമം അവർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ കവലച്ചട്ടമ്പികളൊക്കെ ഉണ്ടല്ലോ, കവലച്ചട്ടമ്പികളൊക്കെ ഭയങ്കര പേടിയുള്ളവരായിരിക്കും. പക്ഷേ അവരിങ്ങനെ ഒരു കാര്യവുമില്ലെങ്കിലും പിച്ചാത്തി എടുത്ത് ഇളിയിൽ തിരികി കവലയിൽ വന്ന് മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു നാല് കൊലവിളിയൊക്കെ വിളിച്ച് ഒരു കാര്യമില്ലെങ്കിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടമ്പിയെ പേടിച്ച് അയാളെന്തോ ഒരു വലിയ സംഭവമാണെന്ന് കരുതി ഈ ആൾക്കാരൊക്കെ അയാളെ എതിർക്കാൻ മടിക്കും. അതുപോലെയാണ് ഇപ്പോൾ CPM-ൻ്റെയും അവസ്ഥ. തങ്ങളുടെ അധികാരം പോയെങ്കിലും നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇനിയും തിരിച്ചു കയറി വരും, ഞങ്ങളെ തൊട്ടാൽ അതായിരിക്കും ഫലം എന്ന് പറയാതെ പറയുകയാണ് ഈ CPM-കാർ. എന്തായാലും കണ്ണൂരിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പയ്യന്നൂരിലെ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഇതിന് ഒരു മറുപടി കൊടുക്കും. അത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആ ഒരു മറുപടി കൊടുക്കും, കുഞ്ഞികൃഷ്ണനിലൂടെ ആ മറുപടി കൊടുക്കും. പക്ഷേ കായികമായി ഇനി ജനങ്ങളെ നേരിട്ടാൽ, അക്രമ സംഭവങ്ങൾ കാണിച്ചാൽ ഈ ജനങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അത് കണ്ണൂരിലെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആരും ഈ CPM-ൻ്റെ അക്രമത്തെ ഇനി സഹിക്കില്ല. സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. അതിൻ്റെ അങ്ങേയറ്റമാണ് ഈ കഴിഞ്ഞ 10 വർഷം ഇവിടെ അനുഭവിച്ചത്. അതുകൊണ്ട് അന്തം കമ്മികളോട് പറയാനുള്ളത്, ഇനിയെങ്കിലും മാന്യമായി ജീവിച്ചാൽ, ഇവിടെ എല്ലാവരും തൊഴിലെടുത്ത് മാന്യമായി ജീവിക്കുന്നവരാണ്. അപ്പോൾ മാന്യമായി ജീവിച്ചാൽ നിങ്ങൾക്കും ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. അല്ലാതെ ഊച്ചാളിത്തരവും കാണിച്ച് ജനങ്ങളെ വിരട്ടാൻ വന്നാൽ ഇത്തരത്തിൽ ജനങ്ങൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ആ അവസ്ഥ ഉണ്ടാക്കി വയ്ക്കരുത്.